ഇന്നലെ വരെ നമുക്ക് മുഴുവൻ ലോകകപ്പ് വിശേഷങ്ങളും സോക്കർ ഗലയൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ആ കടയൊക്കെ പൂട്ടി. ഇനിയിപ്പം വീണ്ടും സ്പോർട്സ് കോർണറിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. പക്ഷേ ലോകകപ്പ് കിരീടം നേടിയ സ്പാനിഷ് ടീമിന് അവരുടെ നാട്ടിൽ ഗംഭീര വരവേൽപ്പായിരുന്നു കേട്ടോ. സ്പെയിൻ രാജാവിന്റെ വസതിയിലെ സ്വീകരണത്തിന് പിന്നാലെ 10,000 പങ്കെടുത്ത വിക്ടറി പരേഡിലും താരങ്ങൾ പങ്കെടുത്തു. റിപ്പോർട്ടിലേക്ക്. ആഘോഷത്തിമിർപ്പിൽ സ്പെയിൻ ചുവന്നു തൊടുത്ത് മാഡ്രിഡ് നഗരം 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വന്തമാക്കിയ ലോകകപ്പ് കിരീടത്തിന്റെ ആവേശം രാജ്യമെങ്ങും അലയടിക്കുകയാണ്. ഫൈനൽ വിജയത്തിന് പിന്നാലെ ആരംഭിച്ച ആഘോഷങ്ങൾ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവസാനിച്ചിട്ടില്ല. ലോകകപ്പ് ട്രോഫിയുമായി മാഡ്രിഡ് വിമാനത്താവളത്തിലെത്തിയ സ്പാനിഷ് താരങ്ങളെ വരവേൽക്കാൻ നൂറുകണക്കിന് ആരാധകരാണ് എത്തിയത്. ക്യാപ്റ്റൻ റോഡ്രിയും പരിശീലകൻ ഫെവന്റെയും ലോകകപ്പ് ട്രോഫിയുമായി ആരാധകരെ അഭിവാദ്യം ചെയ്തു. വിമാനത്താവളത്തിൽ നിന്ന് നേരെ രാജകൊട്ടാരത്തിലേക്കാണ് ടീം എത്തിയത്. സ്പെയിൻ രാജാവ് ഫിലിപ്പെ ആറാമനും രാജ്ഞി ലെറ്റിസിയും ലോക ചാമ്പ്യന്മാർക്ക് ഊഷ്മള സ്വീകരണം നൽകി. തുടർന്ന് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസിനെ ടീം സന്ദർശിച്ചു. ലോകകപ്പ് കിരീടം രാജ്യത്തിന് സമ്മാനിച്ച താരങ്ങൾക്കും പരിശീലക സംഘത്തിനും പ്രധാനമന്ത്രി അഭിനന്ദനവും നന്ദിയും അറിയിച്ചു. അതിനുശേഷമാണ് മാഡ്രിഡ് നഗരത്തിലൂടെ വമ്പൻ വിക്ടറി പരേഡ് സംഘടിപ്പിച്ചത്. തുറന്ന ബസ്സിലൂടെ ലോകകപ്പ് ട്രോഫിയുമായി സഞ്ചരിച്ച താരങ്ങളെ കാണാൻ 10,000 ആരാധകരാണ് തെരുവിലേക്ക് ഒഴുകിയെത്തിയത്. ദേശീയ പതാകകൾ വീശിയും വിജയഗാനങ്ങൾ ആലപിച്ചും ലോക ചാമ്പ്യന്മാരെ വരവേറ്റു. ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ കീഴടക്കി കിരീടം നേടിയതോടെ ആരംഭിച്ച ആഘോഷങ്ങൾ ഇപ്പോഴും സ്പെയിനിൽ തുടരുകയാണ്. 2010 ശേഷം വീണ്ടും ഒരു കിരീടം സ്വന്തമാക്കിയത് രാജ്യമൊന്നാകെ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.